ഹലോ, വെൽക്കം ടു നീതൂസ് ക്രാഫ്റ്റ് വേൾഡ്. കുറച്ച് പേര് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുമെന്ന്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു അടിപൊളി ഹലോ കിറ്റിയുടെ ബ്ലൈൻഡ് ബാഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുക. അതിൻ്റെ 4 വശത്തും ഇതുപോലെ നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ബോർഡർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് ബോൾഡ് ചെയ്തിട്ട് വേണം ബോർഡർ ചെയ്ത് കൊടുക്കാനായിട്ട്. അങ്ങനെ 4 വശത്തും നല്ല രീതിക്കൊന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബോർഡറിൻ്റെ പണി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിഷ്ടമുള്ള ഒരു കളർ ചൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ആ ഒരു കളർ മാർക്കർ വെച്ചിട്ട് നമ്മൾ ഹലോ കിറ്റി എന്ന് എഴുതി കൊടുക്കുക. അതിന് താഴെയായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ബ്ലൈൻഡ് ബാഗ് ആണല്ലോ, സോ ബ്ലൈൻഡ് ബാഗ് എന്ന് എഴുതി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹലോ കിറ്റിയുടെ നമുക്കിഷ്ടമുള്ള ഒരു പിക്ചർ സെലക്ട് ചെയ്തിട്ട് അത് നമ്മൾ ഈ ഫ്രണ്ടിലായിട്ട് വലുതായിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ. ഫ്രണ്ട് പേജ് ആയതുകൊണ്ട് മെയിൻ അട്രാക്ഷൻ അതാണല്ലോ. അപ്പോൾ ഒരു അടിപൊളിയായിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം അത് നല്ല രീതിക്ക് പെയിൻറ്റ് ചെയ്തെടുക്കുക. പെയിൻറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ അത് നമ്മുടെ ഈ ഫ്രണ്ട് പേജ് അടിപൊളിയായിട്ടുണ്ടാവും കാണാനായിട്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ബ്ലൈൻഡ് ബാഗിൻ്റെ ഫ്രണ്ട് പേജ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ബ്ലൈൻഡ് ബാഗിൻ്റെ ബാക്ക് പേജാണ്. ബാക്ക് പേജിന് നമ്മൾ 4 കാര്യങ്ങൾ എഴുതി കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പിങ്ക്, ബ്ലൂ, ഓറഞ്ച്, ഗ്രീൻ എന്നീ 4 കളർ ചൂസ് ചെയ്തിട്ട് 4 സർക്കിൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കോമൺ, റയർ, എപ്പിക്, ലെജൻഡറി എന്ന് എഴുതി കൊടുക്കുക. അപ്പം നമ്മുടെ ബാക്ക് പേജ് സെറ്റായി. 3 സൈഡ് നമ്മൾ ഗമ്മ് തേച്ചിട്ട് ജസ്റ്റ് ഈ നമ്മുടെ ഫ്രണ്ട് പേജ് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡിയായി. ഇനി നമ്മൾ അതിനകത്തേക്ക് ഇടാനായിട്ടുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഹലോ കിറ്റിയുടെ കുറേ കാർട്ടൂൺസ് വരച്ചെടുക്കാനുണ്ട്. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനെല്ലാം ആവശ്യമായിട്ടുള്ള കാർട്ടൂൺസ് ഫുള്ളും നമ്മളൊരു A4 ഷീറ്റിൽ വരച്ചെടുക്കുക. അപ്പം ഞാനിവിടെ കുറേ എണ്ണം വരച്ചെടുക്കുന്നുണ്ട്. ഹലോ കിറ്റിയുടെ തന്നെ പല വെറൈറ്റിയിലുള്ള പിക്ചേഴ്സാണ് ഞാനിവിടെ വരച്ചെടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതെല്ലാം നല്ല രീതിക്കൊന്ന് വരച്ചു കൊടുക്കുക. അതുകൂടാതെ അത് വരച്ച് കളറും കൂടി ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ട് കിട്ടും. ഈ വരച്ച് കളർ ചെയ്ത് ഓരോന്നും നീറ്റാക്കി എടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഇത്രയും പിക്ചേഴ്സ് എന്തിനാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് വെക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രെയിം, ഒരു പെന്ന്, പിന്നെ 3 സ്റ്റിക്കേഴ്സ്, നമ്മുടെ ഒരു കയ്യിലേക്കുള്ള നെയിൽസ്, അതിലേക്ക് വെക്കാനുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ്, പിന്നെ ഒരു സ്ക്വിഷി. ഇത്രയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്രണ്ണമാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പിക്ചേഴ്സ് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്വിഷിയാണ്. അതിനായിട്ടുള്ള നമ്മൾ വരച്ചെടുത്തിട്ടുള്ള പിക്ചർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ പുറകു വശത്തേക്ക് വെക്കാനായിട്ട് ഒരു ഷീറ്റ് അതിൻ്റെ സെയിം വലുപ്പത്തിൽ ഒരു A4 ഷീറ്റും കൂടി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ 3 വശത്തും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ 2 പേജും തമ്മിൽ കവർ ചെയ്യുക. അതിനകത്തായിട്ട് കുറച്ച് പ്ലാസ്റ്റിക് കവേഴ്സ് ഇട്ട് കൊടുത്തിട്ട് മുകൾ വശവും കൂടി ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്വിഷി റെഡിയായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം ആയിട്ടുള്ള സ്ക്വിഷി ഇവിടെ റെഡിയായി. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ള പെന്നാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു A4 ഷീറ്റ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വരച്ചെടുക്കാം. എന്നിട്ട് അത് ഒരു പെന്നിലോ അല്ലെങ്കിൽ ഒരു റീഫിലോ അല്ലെങ്കിൽ ഒരു സ്കെച്ചോ നമുക്ക് എന്താണോ വെക്കേണ്ടത്, ഒരു പെൻസിലോ എന്തിനാണെങ്കിലും അത് നല്ല രീതിക്ക് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് നമുക്കൊരു ടോപ്പ് വേണമല്ലോ. ആ ടോപ്പിന് വേണ്ടിയിട്ടുള്ളതും അതുപോലെ വരച്ചു കൊടുത്തിട്ട് ഈ പെന്നിന് മുകളിലൂടെ ചുറ്റി കൊടുത്തതിന് ശേഷം അതൊന്ന് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇവിടെ റെഡിയായി. അങ്ങനെ ടോപ്പും റെഡിയായി. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഹലോ കിറ്റിയുടെ പിക്ചർ വരച്ചിട്ട് നമ്മളൊരു സ്റ്റിക്കർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റിക്കർ നമ്മുടെ പെന്നിന്റെ മുകൾ വശത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള പെൻ ഇവിടെ റെഡിയായി. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെയിൽസ് ആണ്. നെയിൽസിനായിട്ട് നമ്മൾ ഒരു A4 ഷീറ്റ് എടുക്കുക. അത് 4 വശവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തതിന് ശേഷം ഈ 4 ഭാഗങ്ങളിലും നമ്മൾ 4 ഡിസൈൻസ് വരച്ചു കൊടുക്കണം. എനിക്ക് എന്താണോ തോന്നിയത് അതൊക്കെ വരച്ചിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻസ് ഒന്നും വരയ്ക്കാൻ പറ്റിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ കുറേ ഡിസൈൻസ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണേലും വരച്ചെടുക്കാം കേട്ടോ. നെയിലായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരില്ല എങ്ങനെ വരച്ചാലും. അപ്പോൾ ഇതുപോലെയുള്ള ഒരു 5 ഡിസൈൻസ് വരച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കോൺ ആകൃതിയിൽ നമ്മൾ നെയിൽസ് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ നെയിൽസും റെഡിയായി. ഈ നെയിൽസിലേക്ക് വെക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ നമ്മൾ ഈ വീഡിയോയിൽ എനിക്ക് എടുക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഫ്രെയിം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെ ഒരു A4 ഷീറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രെയിം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ
ആ വീഡിയോ കാണാത്തവർ പോയി കണ്ടു നോക്കുക. ഫോർ ഷീറ്റ് വെച്ചിട്ട് ഞാനൊരു കുഞ്ഞ് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഹലോ കിറ്റിയുടെ പിക്ചർ അതിൽ വരച്ച് കൊടുത്തിട്ട് ഫ്രെയിം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഈ ഓരോ ഐറ്റംസ്, അങ്ങനെ 5 ഐറ്റംസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 5 ഐറ്റംസും ഇട്ട് വെക്കാനായിട്ട് ഒരു കവർ ഉണ്ടാക്കണം. അത് നമ്മൾ സ്റ്റാർട്ടിങ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയതുപോലെ തന്നെ 3 സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഐറ്റം ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുകൾ വശവും ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കവർ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് റെഡിയായി. ഇനി ഈ ബ്ലൈൻഡ് ബാഗിൽ നിന്ന് ഓരോന്നായിട്ട് നമ്മൾ പുറത്തെടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്ലൈൻഡ് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല ക്രാഫ്റ്റ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻസിൽ അറിയിച്ചാൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഈ ബ്ലൈൻഡ് ബാഗ് പോലും നമ്മളിപ്പോൾ നമ്മൾക്ക് കമൻസിൽ വന്ന റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ ബ്ലൈൻഡ് ബാഗിൻ്റെ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. ഇതുവരെയുള്ള ഓരോ വീഡിയോസ് നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.